ഇതാണ് ഇന്നെൻ്റെ ഇന്നത്തെ ചായക്കൂട്ടൽ കണ്ട. ഗോതമ്പ് പൊടി, ആട്ടപ്പൊടി, ആശീർവാദിൻ്റെ ആട്ടപ്പൊടിയും വെല്ലവും തേങ്ങയും ജീരകവും കൂടി കൂട്ടിയിട്ട് ദോശ അല്ലാത്ത രൂപത്തിൽ കട്ടിയായിട്ട് ചുട്ടതാണ്. എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് എങ്ങനെ ചെയ്തത്, അല്ലാണ്ട് ചപ്പാത്തിയെല്ലാം ചൂടാൻ മോൻ പറയാം. ഞാൻ വിചാരിച്ചു ഇന്നെന്തായാലും ഇത് ചൂട്ടെ, എനിക്കെന്താ വെച്ചാൽ ഒരുപാട് അലക്കാനുണ്ട്. അപ്പോൾ ഞാൻ വെച്ച് ചായൻ്റെ പണിയും കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ അലക്കാൻ കുറച്ച് വെയിലായി കഴിഞ്ഞാൽ അലക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ ഈ ചായയും കുടിച്ച് പോയിട്ട് അലക്കട്ടെ എന്ന് വിചാരിച്ച്. രാവിലെ തന്നെ ആകുമ്പോൾ മധുരമാകുമ്പോൾ കുട്ടികൾക്കൊന്നും അങ്ങനെ കുടിക്കില്ല, പക്ഷേ എനിക്കിഷ്ടമാണ്. പിന്നെ വൈകിട്ടത്തെ ചായക്ക് ഈ ഒരു ചായക്കടി ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും, നമ്മളെ കട്ടൻ ചായൻ്റെ പൊടി കൂട്ടാൻ. അപ്പോൾ ഞാൻ ഇതാ കുടിക്കട്ടെ. ഇത് കണ്ട ഞാൻ ആലോചിച്ച് കുത്തിരിക്കുന്ന ഇത് എത്രയോ അലക്കാനുള്ള എല്ലാ ദിവസവും ഉണ്ടാവും ഇങ്ങനെ കുന്നോളം അലക്കാൻ. ഇത് പക്ഷേങ്കിൽ ഇന്നലെ അലക്കിയിട്ടില്ലെങ്കിൽ ഇന്നലെ അലക്കിയിട്ടുണ്ടെങ്കിൽ ഇത്ര തന്നെ ഉണ്ടാവും. ഇതിനിപ്പോൾ അലക്കി തീരുന്നവരൊരു സമാധാനം ഉണ്ടാവില്ല. വാഷിംഗ് മെഷീൻ ഇല്ലാത്തതുകൊണ്ട് അതൊരു വിഷമം. എല്ലാം കല്ലുമ്പോൾ തന്നെ അലക്കണം, വെള്ളമുണ്ട്, അലക്കണമെങ്കിൽ കുറച്ച് പാടാണ്. അപ്പോൾ അതിൻ്റെ ഇങ്ങനെ ആലോചന, വെയിലിൻ്റെ മുന്നേ അലക്കണോ അല്ലെ വെയിൽ കഴിഞ്ഞിട്ട് അലക്കണോ എന്നുള്ളത്. ഇനി ചായ കുടിക്കുക എന്നിട്ട് ഇനിയും പോയി ഒലിപ്പിത്തരാനും ചെയ്യണം. അപ്പോൾ ഒറ്റക്ക് എന്താവില്ല. ഈ രാവിലെ ഇൻഹേലറിൽ അടിക്കുന്നതുകൊണ്ടുണ്ടല്ലോ വല്ലാത്തൊരടങ്ങാറാണ്. ചെറിയൊരു ശരീരത്തിനൊരു പറയുന്ന പോലെ വരും. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് എൻ്റെ ചായ വെച്ച് കുടിച്ച് എന്നിട്ട് അലക്കാൻ കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇന്ന് കുറേ പണികളുണ്ട്. ഒരു ദിവസം ഇല്ലാണ്ടായി കഴിഞ്ഞാൽ നമുക്ക് കുറേ പണികളുണ്ടാകും, എടുത്താൽ തീരാത്ത പണികൾ. ചോറ് വെച്ച് വാർത്തിട്ടുണ്ട്, ഇനി ഇത് അലക്കിക്കഴിഞ്ഞാലേ സമാധാനമുള്ളൂ. അപ്പോൾ നമ്മൾ അലക്കാൻ പോവാം. ഇനി ചായ കുടിക്കുക എന്നിട്ട് അലക്കാൻ പോവാം. അലക്കിയെല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ വിചാരിച്ചൊന്ന് അടിച്ച് വാരട്ടെ. അടിച്ചും വാരി കഴിഞ്ഞിട്ട് പിന്നെ വിചാരിച്ച് എന്തോ ഒരു ക്ഷീണമാണ്. അപ്പോൾ വേറെ ചായയൊന്നും വേണ്ട, പിന്നെ ജ്യൂസ് അടിക്കാനൊന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ച് നല്ല മോരും വെള്ളം അടിച്ചിട്ട് അടിപൊളിയായിട്ട് കുടിക്കാമല്ലോ. 2 കാന്താരി ഇട്ട്, കറിവേപ്പില, ഇഞ്ചി ഇട്ട്, തൈരുണ്ടേനെ, ആ തൈര് ഞാൻ നല്ല ഒന്നുകൂടി മിക്സിയുടെ ജാറിലിട്ട് അടിച്ച് നല്ല ക്ഷീണത്തിന് നല്ല മോരും വെള്ളം അങ്ങ് കുടിച്ച് നേരെയാണ് എൻ്റെ ഒരു ക്ഷീണമെല്ലാം മാറിയേ. അപ്പം ബാക്കി പരിപാടി പിന്നെ അങ്ങ് എടുക്കാനുള്ളൊരു ഉഷാറ് വന്നത്. എന്നതിന് ശേഷം ഈ മോരും വെള്ളം അങ്ങ് കുടിച്ച് എരിവെല്ലാം അങ്ങ് വയറ്റിലെത്തി കത്തിക്കരിഞ്ഞതിന് ശേഷം ഒരു ഉന്മേഷം കിട്ടി. അപ്പോൾ ക്ഷീണം വരുമ്പോൾ എല്ലാവരും ചായ എല്ലാം വെച്ച് കുടിക്കുന്നതിന് ബദൽ മോരുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് മോരും വെള്ളം വെച്ച് കുടിച്ച് നോക്കിയാൽ മതി. വയറിന് നല്ലതാണ്, എല്ലാം പുണ്ണിനും എല്ലാം നല്ലത് തന്നെയാണ്. പക്ഷേ കാന്താരി 1-2 ഇടാവേ ഭയങ്കര എരിവായിരിക്കും. ഇതാ ഇന്നത്തെ കംപ്ലീറ്റ് അലക്കിയെ കൊണ്ടുപോയിട്ടിട്ടുണ്ട്. കംപ്ലീറ്റ് മടക്കണം. ഏറ്റവും നമ്മളെ വീട്ടിലുള്ള പെണ്ണുങ്ങൾക്ക് മടിയുള്ളൊരു സംഭവമായിരിക്കും ഈ അലക്കിയത് മടക്കി ഓരോരു സെറ്റാക്കുക എന്നുള്ളത്. നമ്മളിപ്പോൾ ഇന്ന് മടി പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ നാളെ നമുക്ക് ഇത്ര ഉണ്ടാവും. അതിങ്ങനെ കൂടിക്കൂടി വരികയുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ദിവസം അലക്കുന്നുണ്ടാവും, ആറുന്നുണ്ടാവും, ഉണക്കി നമ്മളിങ്ങനെ ആയാലും ഒന്ന് എടുത്തിടും. അത് മടക്കി വെക്കാണ്ട് ഒരു രക്ഷയില്ല. മടക്കി ഇങ്ങനെ സോഫയിൽ അവിടെ ഇവിടെ ഇടുമ്പോൾ നമുക്കതൊരു വൃത്തിയുണ്ടായിരിക്കും. അപ്പോൾ മടക്കണ്ടേ, കംപ്ലീറ്റ് മടക്കി വെക്കണം. എനിക്കാണെങ്കിൽ അയ്യോ എന്തൊരു മടിയാണെന്നറിയാം. സച്ചുഞ്ഞ് കുറച്ച് മടക്കി തരണേ, കുറച്ച്. ഞാനില്ലേ എൻ്റെ മക്കളോടെല്ലാം പറയും, മക്കളല്ലേ ഇപ്പം ഇവനെ ഉള്ളൂ ഇവിടെ മടക്കി തരാം. എൻ്റെ മോളുള്ള സമയത്ത് മോളോട് പറയും, ഓക്ക് അതിലും വലിയ മടിയാണ്. അപ്പം ഞാൻ തന്നെ പിന്നെ ബാവയുടെ മടക്കി തരും നല്ല വൃത്തിക്ക്. അത് ഏതെങ്കിലും ഒരു വർഷത്തിൽ ഒരു ദിവസം ഞാൻ പറഞ്ഞോളൂ, പക്ഷെ അത് നല്ല വൃത്തിക്ക് മടക്കി സെറ്റാക്കി വെച്ച് തരും. അപ്പോൾ ഇന്ന് ഞാനിതാ നല്ല മടക്കട്ടെ. ഇതെല്ലാം വേണ്ട നല്ല വെള്ളമുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ നല്ല അലക്കി കല്ലും വന്ന് അടിച്ചലക്കി കഞ്ഞിവെള്ളവും കംഫർട്ടെല്ലാം മുക്കി നീലോ ഉജാലെല്ലാം മുക്കി എല്ലാം വൃത്തിക്കാക്കിയിട്ട് കൊണ്ടുവന്ന് മടക്കി വെയിലത്ത് ഇട്ടിട്ട് ഉണക്കി വെക്കുമ്പോഴേ നല്ലൊരു മണമായിരിക്കും ആ ആറിയതിനെല്ലാം. അങ്ങനെയല്ല, നിങ്ങളൊന്ന് നോക്കിയാട്ടെ, ഭയങ്കര ഒരു നല്ല വൃത്തിക്ക് ഉണങ്ങിയതിൻ്റെ നല്ലൊരു മണമായിരിക്കും. ഇവിടെ അധികം വെള്ളം മാത്രമേ കൊടുക്കൂ, അതുകൊണ്ട് എനിക്ക് എല്ലാ ദിവസവും വെള്ളം ഉണ്ടാവും അലക്കെ. അപ്പോൾ മടക്കി സെറ്റാക്കി വെക്കണം. ഇന്ന് ഉജാല മുക്കിയിട്ട് കണ്ട
കുറച്ചൊരു നിറം കുറച്ച് കൂടിപ്പോയിട്ടുണ്ട്. എന്നാലും സാരമില്ല, ഒരു ദിവസം കൂടി ഇട്ടിട്ട് അത് അലക്കാം. അപ്പോൾ എൻ്റെ പണിയെല്ലാം എടുക്കട്ടെ.